ആദ്യം തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞായിരുന്നു പനി ചുമയൊക്കെ വന്നിട്ട് സൗണ്ട് ഒന്ന് പോയി കിടക്കുകയാണ്, സോറി. പ്രതിച്ഛായ സിനിമ കണ്ടു. ബി ഉണ്ണികൃഷ്ണൻ രചനയും സംവിധാനവും നിർവഹിച്ച് നിവിൻ പോളി, ബാലചന്ദ്ര മേനോൻ, ഷറഫുദ്ദീൻ, സബിത ആനന്ദ്, ആൻ അഗസ്റ്റിൻ തുടങ്ങിയവർ അഭിനയിച്ച ഒരു മലയാളം പൊളിറ്റിക്കൽ ത്രില്ലർ ഡ്രാമ പടമാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഈ സിനിമയെക്കുറിച്ച്. കേരള മുഖ്യമന്ത്രിയായ വർഗീസിന് വലിയ രീതിയിൽ പാർട്ടിക്ക് അകത്തും പുറത്തും പ്രതിഷേധം നേരിടുന്ന വിധത്തിൽ ഒരു ഭരണമാണ് അദ്ദേഹം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിടയ്ക്ക് അദ്ദേഹത്തിന്റെ പ്രതിച്ഛായ മുഴുവനും തകരുന്ന രീതിയിൽ പുള്ളിക്ക് നേരെ വലിയൊരു ഗുരുതരമായിട്ടുള്ള ആരോപണവും വരുന്നു. അതിനെ തുടർന്നുണ്ടാകുന്ന സംഭവങ്ങളാണ് പ്രതിച്ഛായ എന്ന സിനിമ പറയുന്നത്. പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഒരു ഡീസന്റ് പൊളിറ്റിക്കൽ ഡ്രാമയാണ് പ്രതിച്ഛായ. എനിക്ക് പേഴ്സണലി പടം വർക്കായി. അതിഗംഭീരമെന്നോ അല്ലെങ്കിൽ മസ്റ്റ് വാച്ച് അല്ലെങ്കിൽ ലൂസിഫർ ലെവൽ ഐറ്റം അങ്ങനെയൊന്നും ഞാൻ പറയില്ല. ലൂസിഫറിന്റെ പേരെടുത്ത് പറഞ്ഞത് കാരണം ഇത് കാണുമ്പോൾ പലപ്പോഴും നമുക്ക് ലൂസിഫറിന്റെ ഒരു ചെറിയ വൈബ് ഫീൽ ചെയ്തേക്കാം. പക്ഷെ അതുപോലല്ല പടം കേട്ടോ. മടുപ്പൊന്നും ഇല്ലാതെ കണ്ടിരിക്കാവുന്ന ഒരു സിനിമയാണ്. ഒരു നൈസ് പൊളിറ്റിക്കൽ എന്റർടൈനർ എന്ന് പറയാം. ശരിക്കും ഇത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെയും സരിത കേസിന്റെയും ഒക്കെ സംഭവമായിട്ട് ബന്ധം നമുക്ക് വ്യക്തമായിട്ട് തന്നെ പടം കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. പക്ഷെ യഥാർത്ഥ സംഭവം എന്ന നിലയിലല്ല, പക്കാ ഫിക്ഷൻ എന്ന നിലയിൽ ഉള്ള ഒരു കഥയായിട്ടാണ് അവരിത് ഒരുക്കിയേക്കുന്നത്. എന്നാൽ ആ ഫിക്ഷനിൽ ഈ ഇൻസ്പിറേഷൻ നമുക്ക് കാണാനുണ്ട് താനും. പടം എൻഗേജിങ് ആണ്. അത്യാവശ്യം ചില മാസ് മൊമെന്റ്സ് ഒക്കെ പടത്തിലുണ്ട്. നന്നായിട്ട് വർക്കായിട്ടുണ്ട്. പക്ഷെ കൂടുതലും ഒരു ഫാമിലി ഡ്രാമ അല്ലെങ്കിൽ ഒരു ഇമോഷണൽ സൈഡിനും പ്രാധാന്യമുള്ള ഒരു സിനിമയാണ്. പ്രത്യേകിച്ച് ഇതിലെ അച്ഛൻ മകൻ ബന്ധം ഭയങ്കര നൈസായിട്ട് എനിക്ക് തോന്നി. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന സപ്പോർട്ടും സ്നേഹവും ഒക്കെ വളരെ നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു ഇമോഷൻസ് നമുക്ക് വളരെ ആത്മാർത്ഥമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഫസ്റ്റ് ഹാഫിൽ അങ്ങനെ വലിയ സംഭവങ്ങളൊന്നും സംഭവിക്കാതെ മുമ്പോട്ട് ഇങ്ങനെ പടം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിവിൻ പോളിയുടെ ഇൻട്രോയും തുടക്കത്തിലെ കുറച്ച് വിദേശ പരിപാടികളൊക്കെ സ്ഥിരം ബി ഉണ്ണികൃഷ്ണൻ സംഭവങ്ങളായിട്ട് കുറച്ചൊന്നും നമ്മളെ മുഷിപ്പിച്ചു. അപ്പൊ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു, ദൈവമേ ഇതൊരു സുഖമില്ലല്ലോ, സ്ഥിരം ക്ലീഷ ഐറ്റം ആയി പോകുമോ എന്ന്. പക്ഷെ പിന്നെ സംഭവം കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞ് ഈ രാഷ്ട്രീയം അതുപോലെ അച്ഛൻ മകൻ പരിപാടിയൊക്കെ ആകുമ്പോൾ പടം ഒന്ന് രസമായി മാറുന്നുണ്ട്. പ്രത്യേകിച്ച് ബാലേന്ദ്ര മേനോൻ, നിവിൻ പോർഷൻസ് ഒക്കെ നൈസ് ആണ്. പൊളിറ്റിക്സ് ആണ് വിഷയമെങ്കിൽ കൂടി ആ ഒരു ഇമോഷണൽ ഇമ്പാക്ട് പടത്തിന് തരാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പടം കാണുമ്പോൾ സിനിമ ഒരു UDF ഒരു ചെറിയ രീതിയിൽ വെള്ളപൂശലൊക്കെ നമുക്ക് തോന്നിയേക്കാം. എന്നാൽ LDF-നിട്ടും കൊട്ടുകൊടുക്കാതെ മൊത്തത്തിലൊരു ബാലൻസ്ഡ് പരിപാടിയാണ് പിടിച്ചേക്കുന്നത്. പെർഫോമൻസിൽ ഫസ്റ്റ് ഹാഫ് പടം ബാലേന്ദ്ര മേനോൻ തന്നെയാണ് കൊണ്ടുപോകുന്നതെന്ന് പറയാം. ഇന്റർവെല്ലിന് തൊട്ടുമുമ്പ് വരെയും പടം ഇൻട്രസ്റ്റിംഗ് ആക്കുന്നത് ബാലേന്ദ്ര മേനോന്റെ വർഗീസ് എന്ന മുഖ്യമന്ത്രി കഥാപാത്രമാണ്. പുള്ളിയുടെ ഒരു സ്ട്രോങ് കംബാക്ക് കൂടിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഇതുപോലെയുള്ള ശക്തമായിട്ടുള്ള സപ്പോർട്ടിംഗ് ക്യാരക്ടർ റോളുകളൊക്കെ ഇപ്പോഴും ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുമെന്ന് പുള്ളി തെളിയിച്ചിരിക്കുകയാണ്. രസമുണ്ടായിരുന്നു. പെർഫെക്റ്റ് കാസ്റ്റ് ആയിട്ട് തോന്നി. ഇന്റർവെല്ലിന് തൊട്ടു മുമ്പും സെക്കൻഡ് ഹാഫിലുമാണ് നിവിൻ പോളിയുടെ പരിപാടികളൊക്കെ ഉള്ളത്. അത്യാവശ്യം ചില മാസ് സംഭവങ്ങളൊക്കെ കൊണ്ട് കുറച്ച് കയ്യടിയൊക്കെ നേടുന്ന കാര്യങ്ങളൊക്കെയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ക്ലൈമാക്സിലെ ചില സംഭവങ്ങൾ അത് നൈസായിട്ടുണ്ടായിരുന്നു. ജോൺ വർഗീസ് എന്ന കുറച്ച് സൂത്രശാലിയായിട്ടുള്ള ബിസിനസ് മൈൻഡുള്ള അച്ഛന്റെ യഥാർത്ഥ പിൻഗാമിയായിട്ടുള്ള ഒരു കഥാപാത്രമാണ്. നിവിൻ അത് ഈസി ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു കേക്ക് വാക്ക് പോലെ പുള്ളി ചെയ്തു എന്നാണ് എനിക്ക് തോന്നിയത്. വളരെ ഇരുത്തം വന്നൊരു പ്രകടനം കൂടിയായിരുന്നു. അതുപോലെ തന്നെ നിവിനും ബാലേന്ദ്ര മേനോനും തമ്മിലുള്ള കെമിസ്ട്രി ഭയങ്കര നൈസ് ആയിട്ടുണ്ടായിരുന്നു. ഷറഫുദ്ദീനാണ് മെയിൻ വില്ലൻ ക്യാരക്ടറിൽ വരുന്നത്. പുള്ളിയുടെ സ്വാഗ്, സ്റ്റൈല്, പെർഫോമൻസ് ഒക്കെ കിടിലനാണ്. ചില നോട്ടം, ആറ്റിറ്റ്യൂഡ് ഭയങ്കര രസം ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു ആ ക്യാരക്ടർ എഴുതിയേക്കുന്നതിനേക്കാൾ ഗംഭീരമായിട്ടാണ് പുള്ളി ചെയ്തിട്ടുള്ളതെന്നാണ്. കാരണം എഴുത്ത് അദ്ദേഹത്തിന്റെ പെർഫോമൻസിനോട് മാക്സിമം നീതി പുലർത്തിയില്ല എന്ന് പറഞ്ഞാൽ അതൊരു അപൂർവ സംഭവമായിരിക്കും. പക്ഷെ അങ്ങനെയാണ് തോന്നിയത്. വില്ലൻ കഥാപാത്രം അത്ര സ്ട്രോങ് ആയിട്ടില്ല എന്നാണ് തോന്നിയത്. സോ ഈ പുലി പോലെ വന്നിട്ട് ആ ഒരു ബിൽഡപ്പ് ഒക്കെ കൊടുത്തിട്ട് എലി പോലെ പോയ പോലെയാണ് തോന്നിയത്. പുള്ളിയേക്കാൾ കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് എഴുതിയ ക്യാരക്ടറായിട്ട് എനിക്ക് തോന്നിയത് വിഷ്ണു അഗസ്ത്യ ചെയ്ത ചാനൽ അവതാരകന്റെ കഥാപാത്രമാണ്. പുള്ളി ആസ് യൂഷ്വൽ കിടുവായിട്ട് തന്നെ ചെയ്തിട്ടുമുണ്ട്. ക്യാരക്ടർ നൈസ് ആയിരുന്നു. ഇന്റർവ്യൂ ഒക്കെ ചെയ്യുമ്പോഴുള്ള ഒരു ഭാഷ കൈകാര്യം ചെയ്തേക്കുന്ന വിധം, അതുപോലെ പടം തീരുന്നവരെ ആ ക്യാരക്ടറിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് പിടിച്ചേക്കുന്നതൊക്കെ നൈസ് ആയിരുന്നു. KPNC പ്രസിഡന്റ് ആയിട്ട് വരുന്ന ഹരിശ്രീ അശോകന്റെ വളരെ ഇരുത്തം വന്നൊരു പെർഫോമൻസും പടത്തിലുണ്ട്. സത്യം പറഞ്ഞാൽ കോമഡിയെക്കാട്ടിലും ഹരിശ്രീ അശോകൻ ഇതുപോലെയുള്ള സീരിയസ് ക്യാരക്ടേഴ്സ് നല്ല രീതിയിൽ ചേരുന്നുണ്ട്, നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. മണിയമ്പിള രാജുവിന്റെ കഥാപാത്രവും എടുത്തു തന്നെ പറയണം. നമുക്ക് പ്രത്യേകം ഒരു സ്നേഹം തോന്നുന്ന ഒരു ക്യാരക്ടറാണ്. സ്ത്രീ കഥാപാത്രങ്ങളിൽ ഏറ്റവും നന്നായിട്ട് എനിക്ക് തോന്നിയത് സബിത ആനന്ദ് അവതരിപ്പിച്ച മുഖ്യമന്ത്രിയുടെ ഭാര്യ അല്ലെങ്കിൽ നിവിൻ പോളിയുടെ അമ്മ കഥാപാത്രമാണ്. ഒരു ടിപ്പിക്കൽ അമ്മ റോൾ ആവാതെ എന്തെങ്കിലുമൊക്കെ ആ ക്യാരക്ടറിന് ചെയ്യാനുണ്ട് എന്നുള്ളത് വലിയൊരു ആശ്വാസമാണ്. അല്ലെങ്കിൽ തന്നെ നല്ല നടിയാണ്. പണ്ട് മോഹൻലാൽ, മമ്മൂട്ടി ഇവരുടെയൊക്കെ നായികയായിട്ട് വന്ന താരമാണ്. ഇപ്പോൾ സാധാരണ സത്യനന്ദിക്കാട് സിനിമകളിൽ മാത്രമേ കാണാറുള്ളൂ. പുള്ളിക്കാരിക്ക് എനിക്ക് തോന്നുന്നു കൂടുതൽ ഓഫറുകളൊന്നും കിട്ടാറില്ല എന്ന്. ഇതിൽ തന്നെ നടി ജലജയ്ക്ക് വേണ്ടി പരിഗണിച്ച റോളാണ് സബിത ചെയ്തതെന്നാണ് കേട്ടത്. എന്തായാലും നൈസ് ആയിട്ടുണ്ടായിരുന്നു. നിവിന്റെ ഭാര്യയായിട്ട് വന്ന നീതു കൃഷ്ണയും കൊള്ളാം. സരിതയെ ഓർമ്മിപ്പിക്കുന്ന നിഷ എന്ന കഥാപാത്രമായിട്ട് വരുന്നത് ആൻ അഗസ്റ്റിനാണ്. പുള്ളിക്കാരി നൈസാണ്. സഖാവായിട്ട് വന്ന സായി കുമാർ, അതുപോലെ ടോബിൻ വർഗീസ്, നിവിന്റെ ചേട്ടനായിട്ട് വന്ന നിഷാന്ത് സാഗറും കൊള്ളാം. ടെക്നിക്കൽ സൈഡിൽ ആദ്യം തന്നെ എനിക്ക് എടുത്തു പറയാൻ തോന്നിയത് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും സൗണ്ട് ഡിസൈനുമാണ്. തുടക്കത്തിലെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കുറച്ച് ഓവറായിട്ട് ഫീൽ ചെയ്തെങ്കിലും പിന്നീട്
പക്കാ മാച്ചായിരുന്നു. ജസ്റ്റിൻ വർഗീസ് ആണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. നല്ല രസമായിട്ട് ഈ വിഷ്വൽ ഡിപ്പാർട്ട്മെന്റ് കുറച്ചൊന്ന് ഡൗൺ ആകുന്ന ഭാഗത്ത് പോലും സൗണ്ട് കൊണ്ട് പടം ഇലവേറ്റഡ് ആവുന്നുണ്ട്. പാട്ടുകളും സ്കോറും ഒന്നും ഭയങ്കര പുതുമയുള്ളതൊന്നുമല്ല, പക്ഷെ സിനിമയുടെ മൂഡിന് കറക്റ്റ് ആയിരുന്നു. വിഷ്ണു സുജാതനാണ് സൗണ്ട് മിക്സ്. അതുപോലെ ശങ്കരനും സിദ്ധാർത്ഥും ചേർന്നാണ് ഇതിന്റെ സൗണ്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ചന്ദ്രു ശെൽവരാജ് ആണ് ക്യാമറ, മനോജ് ആണ് എഡിറ്റർ. ഇതിനൊരു ഡാർക്ക് കളർ ടോൺ പിടിച്ചേക്കുന്നത് നൈസ് ആയിട്ടുണ്ടായിരുന്നു. പടത്തിന്റെ മെയിൻ നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത് ബി ഉണ്ണികൃഷ്ണന്റെ ചില സ്ഥിരം മസാല ഐറ്റംസ് ഉണ്ട്, അത് ഇതിലും ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. കേരളത്തിലെ വളരെ റൂട്ടഡ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്സിന്റെ കഥ പറയുമ്പോഴും അനാവശ്യമായിട്ടുള്ള ബിൽഡപ്പ് ഒക്കെ കൊടുത്ത് കുറെ വിദേശ രാജ്യത്തൊക്കെ പോയിട്ട് ഡാർക്ക് വെബ് ടൈപ്പ് സംഭവങ്ങൾ, അവിടെ മര്യാദയ്ക്ക് അഭിനയിക്കാൻ അറിയാത്ത ഒരു വിദേശ താരത്തിന്റെ അനാവശ്യ മാസ് ബിൽഡപ്പ്, പിന്നെ നിവിൻ പോളിയുടെ തന്നെ കോർപ്പറേറ്റ് ഇൻട്രോ, അതുപോലെ നേപ്പാളിലെ സംഘടനം, ഇതൊക്കെ ഭയങ്കര ഫോഴ്സ്ഡ് ആയിട്ട് കൊമേഴ്സ്യൽ ചേരുവ ചേർക്കാൻ വേണ്ടി മസാല കുത്തി കയറ്റിയതുപോലെ തന്നെ തോന്നി. അത് മുഴച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു ട്രീറ്റ്മെന്റ് കൊടുത്ത് പടം ഒരു പഴയ സ്റ്റൈൽ മേക്കിംഗ് ആയി പോയതാണ് ഇതിന്റെ ഒരു മെയിൻ പോരായ്മ. എങ്കിലും ആറാട്ട് ലെവലൊന്നും എത്തിയില്ല കേട്ടോ. അങ്ങനെ നോക്കുമ്പോൾ ബി ഉണ്ണികൃഷ്ണന്റെ ഒരു തിരിച്ചുവരവ് തന്നെയാണ് പ്രതിച്ഛായ. പുള്ളിയുടെ പ്രതിച്ഛായ പുള്ളി തന്നെ കാത്തു എന്ന് പറയാം. പിന്നെ ശരിക്കും ഈ സിനിമ ഉമ്മൻചാണ്ടി സരിത കേസ് ആണെന്ന് നമുക്ക് മനസ്സിലാവും, ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. പക്ഷെ അതിന് ഭയങ്കര ക്ലാരിറ്റി കൊടുക്കാതെ ഒരു ഫിക്ഷൻ എന്ന നിലയിൽ ഒരുക്കിയത് കൊള്ളാമെന്ന് തോന്നി. സ്റ്റിൽ ചില ആൾക്കാർക്ക് പൊളിറ്റിക്കലി ഇതൊരു വെള്ളപൂശലല്ലേ എന്ന സംശയം തോന്നിയാലും അതിൽ തെറ്റൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. സോ ഇലക്ഷൻ അടുക്കുന്നതിന് മുമ്പ് ദുരന്തർ വക BJPക്ക് ഒരു ക്യാമ്പയിൻ നടന്നുവെങ്കിൽ ഇപ്പോൾ മലയാളത്തിൽ UDFന്റെ വക ഒരു പ്രതിച്ഛായ ഉണ്ടായി എന്ന് വേണമെങ്കിലും കരുതാം. മൊത്തത്തിൽ ഒരു ഡീസന്റ് വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ഡ്രാമയാണ് പ്രതിച്ഛായ. ഇനി ഞാൻ വളരെ എൻജോയ് ചെയ്ത ഒരു പടമാണ്, എനിക്ക് വർക്കായിരുന്നു. ഈ സിനിമ നിങ്ങൾക്ക് ഇപ്പോൾ തിയേറ്ററുകളിൽ കാണാൻ പറ്റും. 2 മണിക്കൂർ 42 മിനിറ്റ് ആണ് സിനിമയുടെ ദൈർഘ്യം. 18+ ഒന്നുമല്ല, എല്ലാവർക്കും കാണാവുന്നതാണ്. അപ്പൊ നിങ്ങൾ ഈ പടം കണ്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരിയാണ്.